Friends. മമ്മി, ഞാൻ പോയിട്ട് വരാമേ. എങ്ങോട്ടാ പ്രിൻസ് മോനെ ഇത്ര രാവിലെ തന്നെ? ഞാൻ ഇന്നലെ മമ്മിയോട് പറഞ്ഞില്ലായിരുന്നോ? മമ്മി മറന്നുപോയല്ലോ പ്രിൻസ് മോനെ. ഈ മമ്മിയുടെ ഒരു കാര്യം, അടുത്ത മാസം വരാനിരിക്കുന്ന ക്വിസ് കോമ്പറ്റീഷന്റെ കാര്യം മമ്മി ഓർക്കുന്നുണ്ടോ? ആ, ഇപ്പോ ഓർത്തു. നിങ്ങൾ തന്നെ 2 ടീമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യല്ലേ? അതെ മമ്മി. നിങ്ങൾ ആരൊക്കെയാ ടീം? ഞാനും ആദവും ഒരു ടീം, സ്റ്റെഫിയും റോമക്സും വേറൊരു ടീം. ആഹാ, കൊള്ളാലോ. ഇന്നു മുതൽ എല്ലാ ദിവസവും 2 മണിക്കൂർ വീതം പ്രാക്ടീസ് നടത്തും. നിങ്ങൾ ബുക്ക് വെച്ചാണോ പ്രാക്ടീസ് നടത്തുന്നത്? അല്ലല്ല, വ്യത്യസ്ത വിഷയങ്ങളിലായി 100 ക്വസ്റ്റ്യൻസ് ഓരോരുത്തരും തയ്യാറാക്കണം. അതുപയോഗിച്ചാണ് ബാക്കിയുള്ള കളി. കൊള്ളാലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം 400 ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാൻ സാധിക്കും അല്ലേ? അതെ മമ്മി. എന്നാൽ ഇനി അധികം താമസിക്കണ്ട, വേഗം ചെന്നോളൂ. ശരി മമ്മി. പ്രിൻസ് മോൻ പോയോ മോളെ? ദേ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ അമ്മച്ചി. എനിക്കൊരു ടാബ്ലറ്റ് വാങ്ങാനുണ്ടായിരുന്നു. ആ സ്ഥിരമായി വാങ്ങുന്ന ടാബ്ലറ്റ് ആണോ അമ്മച്ചി? അതെ മോളെ, അത് ഇന്നലെ തന്നെ അപ്പച്ചൻ വാങ്ങിയായിരുന്നു അമ്മച്ചി. അതെ, അപ്പച്ചന്റെ ടേബിളിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. ആണോ? ശരി ശരി. ആ, പിന്നെ പ്രിൻസ് മോൻ എങ്ങോട്ടാ പോയത്? മോൻ ഗാർഡനിലേക്കാണ് പോയത്. എന്തോ മത്സരത്തിന്റെ കാര്യം കഴിഞ്ഞ ദിവസം പ്രിൻസ് പറയുന്ന കേട്ടല്ലോ. അടുത്ത മാസം അവർക്കൊരു ക്വിസ് മത്സരം ഉണ്ട് അമ്മച്ചി. ആണോ? അതിന്റെ പ്രാക്ടീസിനാണ് ഇപ്പൊ എല്ലാവരും ഗാർഡനിൽ ഒത്തുകൂടുന്നത്. ആഹാ, നല്ല കാര്യം. കർത്താവ് കാക്കട്ടെ. തോമസ് അങ്കിൾ, ഗുഡ് മോർണിംഗ്. ആ മോനെ, ഗുഡ് മോർണിംഗ്. എങ്ങോട്ടാ അങ്കിളെ? വായനശാല തുറക്കാൻ പോവുക. മോനെങ്ങോട്ടാ? ഞാൻ ഗാർഡനിലോട്ടാ തോമസ് അങ്കിൾ. ഇത്ര രാവിലെ തന്നെയോ? ഞങ്ങൾക്ക് അടുത്ത മാസം ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലേ അതിന്റെ പ്രാക്ടീസ് ഗാർഡനിൽ വെച്ചാ നടത്തുന്നത്. ആഹാ, കൊള്ളാമല്ലോ. ആ, നിങ്ങളെന്നാ സമയം പോലെ വായനശാലയിലേക്ക് ഒന്നുവാ. അവിടെ ബുക്കിന്റെ നല്ല കളക്ഷൻ ഉള്ളതല്ലേ, നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. അത് ശരിയാണല്ലോ. ഞങ്ങൾ ആരും ആ കാര്യം ഓർത്തതേയില്ല. ഞങ്ങള് പുതിയ ബുക്സ് വാങ്ങാനുള്ള പരിപാടിയിലായിരുന്നു. ആ, ഇനിയിപ്പോ അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അതെ അങ്ങളെ, എന്നാൽ ഞങ്ങള് സമയം പോലെ അങ്ങോട്ട് ഇറങ്ങാം. അങ്കിൾ അവിടെ കാണുമല്ലോ അല്ലേ? ആ, കാണാം മോനെ. എന്നാ ശരി അങ്കിളെ, കാണാം. ഓ ശരി. അല്പം താമസിച്ചല്ലേ? ആ, ഞാനത് ആലോചിക്കുകയായിരുന്നു. വരുന്ന വഴി നമ്മുടെ ആദത്തിനെ കണ്ടു. ഇത്ര രാവിലെയോ? ആ, അവരുടെ ക്വിസ് മത്സരത്തിന്റെ പ്രാക്ടീസ് ഗാർഡനിൽ വെച്ചുണ്ടെന്നാ പറഞ്ഞത്. ആ, ഞാനത് മറന്നുപോയി. ഇന്നലെ പ്രിൻസ് മോൻ പറയുന്നത് കേട്ടായിരുന്നു. എന്തായാലും കൊള്ളാം, പിള്ളേര് നല്ല ഉത്സാഹത്തോടാ ജീവിക്കുന്നത്. അത് പിന്നെ നമ്മൾ ഒരുക്കിയ പാതയും അങ്ങനെയുള്ളതാണല്ലോ. ഡെയിലി 2 മണിക്കൂർ അവർക്ക് പ്രാക്ടീസ് ഉണ്ടത്രേ. ഞാൻ അവരോട് നമ്മുടെ വായനശാലയിലെ ബുക്കിന്റെ കളക്ഷനെ പറ്റി പറഞ്ഞു. ആ,
അതെന്തായാലും നന്നായി തോമസേ. ഞാൻ ആ കാര്യം വിട്ടുപോയായിരുന്നു. എല്ലാവരും നന്നായി പഠിച്ചു തന്നെ മുന്നേറട്ടെ. ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ടുവന്നൊരു പേപ്പർ കാണുന്നില്ല. ഒന്നല്ലേ ഉള്ളൂ, അത് സാരില്ല. പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു പേപ്പർ ആയിരുന്നു അത്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഞാനെന്നാൽ വേഗം ചെന്ന് അതിനി എടുത്തോണ്ട് വരാം. ഞാനൂടെ വരട്ടെ? വേണ്ട റോമെക്സ്, ഞാൻ പെട്ടെന്ന് അങ്ങ് പോയിട്ട് വരാം. അയ്യോ, ഫ്രണ്ട്സ് നിന്നെ കൂടെ കൊണ്ടുപോയില്ലേ? ആദ്യം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നാലും റോമെക്സിനെ കൂടെ പ്രിൻസിന് സൈക്കിളിൽ കൊണ്ടുപോകാമായിരുന്നു. കഷ്ടം കഷ്ടം. എന്നെ എങ്ങനെയെങ്കിലും സൈക്കിളിൽ കൊണ്ടുപോകാം. ഹിപ്പോപ്പൊട്ടാമസിനെ പോലെയുള്ള നിന്നെ ആരും ഒട്ടും കൊണ്ടുപോവില്ല. എടാ, എന്നെ നീ ഹിപ്പോപ്പൊട്ടാമസ് എന്ന് വിളിച്ചല്ലേ? പെട്ടെന്ന് പഠിത്തം കഴിഞ്ഞോ? ഞാൻ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയതിൽ ഒരു പേപ്പർ എടുക്കാൻ മറന്നുപോയി മമ്മി. അതെടുക്കാൻ വന്നതാ. ആണോ? എന്നാ മോൻ പോയി അതെടുക്ക്. മമ്മി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരാം. വേണ്ട മമ്മി, ക്ഷീണമൊന്നുമില്ല. എന്നാ ശരി, മമ്മി അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ശരി മമ്മി. അതാരാ? പ്രിൻസേ? സ്റ്റെഫിയോ? എന്തുപറ്റി? വാ മോളെ, അകത്തിരുന്ന് സംസാരിക്കാം. പ്രിൻസ് ഇങ്ങോട്ട് പോയ പുറകെ റോമെക്സും ആദവും തമ്മില് വാക്കേറ്റം ഉണ്ടായി. കർത്താവേ, എന്നിട്ട്? അവസാനം ഉന്തും തള്ളുവായി. ആദത്തിന്റെ നഖം കൊണ്ട് റോമെക്സിന്റെ മുഖം മുറിഞ്ഞു. എന്നിട്ട് അവർ എന്തിയെ? ബ്ലഡ് വരുന്നത് കണ്ട് പേടിച്ചിട്ട് ആദം ഓടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ ഇരുന്നപ്പോ ഗ്രാൻഡ്പയും തോമസ് അങ്കിളും കാറിൽ അങ്ങോട്ടെത്തി. അവര് റോമെക്സിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. എന്റെ കർത്താവേ, ഇതെന്തൊക്കെയാ സംഭവിച്ചത്? ഞാനങ്ങ് ഭയന്നു പോയി പ്രിൻസേ. ഞാൻ ഓർത്തു രണ്ടുപേരും തമാശക്കായിരുന്നെന്ന്. സാരമില്ല സ്റ്റെഫി, നീ സമാധാനിക്ക്. എന്താ കുട്ടികളെ, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാത്തവരല്ലായിരുന്നോ? എല്ലാ കുട്ടികൾക്കും മാതൃകയാവേണ്ട നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തത് ശരിയാണോ? ഗ്രാൻഡ്പാ, ദേ സ്റ്റെഫിയോട് ചോദിച്ചു നോക്ക്. ഞാനല്ല ഒന്നും തുടങ്ങി വെച്ചത്.
ശരിയാ ഗ്രാൻഡ്പാ. ആദ്യം കളിയാക്കിയത് ആദമായിരുന്നു. അത് കേട്ടപ്പോഴാ എനിക്ക് ദേഷ്യം വന്നത്. എന്നിട്ട് ആദം പിന്നെയും കളിയാക്കി. ശരിയാ ഗ്രാൻഡ്പാ. പിന്നെ ഞാൻ അവനെ ഏത് ജീവിയുടെ പേരാ സ്റ്റെഫി വിളിച്ചത്? ഹിപ്പോപ്പൊട്ടാമസ് എന്ന്. ആ, ഹിപ്പോപ്പൊട്ടാമസ് എന്ന്. അത് വിളിക്കുകയും അവൻ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്തു. എത്ര നാണക്കേടായി പോയി. ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലേ? എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. പക്ഷേ അവനെ ഞാൻ വെറുതെ വിടില്ല. ഒന്നും കാര്യമാക്കണ്ട. പഠിക്കാനുള്ള മൂഡ് പോയി. ശരിയാ, തോന്നുന്നേയില്ല. റോമാക്സ്, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവനുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. അത് വിട്ടുകള റോമാക്സ്. സാധ്യല്ല സ്റ്റെഫി. അതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. എന്താ റോമാക്സ്, ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ നീ അത് മറന്നുകളാ. അവൻ ചെയ്തത് മറക്കാനോ? പറ്റില്ല പറ്റില്ല പറ്റില്ല. അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലേ? പിന്നെ ഫ്രണ്ട്സ്. മുഖം ആദ്യം പൊളിച്ചല്ലേ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നത്. കർത്താവിനെ ഓർത്തിനി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ആരും ഒന്നും പറയണ്ട. ഇതിന് ഈ റോമാക്സ് തിരിച്ചടിച്ചിരിക്കും. അപ്പോ നമ്മുടെ സൗഹൃദം അതിനുശേഷം തീരുമാനിക്കാം. ആദത്തിന്റെയും റോമാക്സിന്റെയും പ്രശ്നം എന്തായി പ്രിൻസ് മോനെ? തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ റോമാക്സ് നടക്കുന്നത്. ഓ ജീസസ്. സംഭവം റോമാക്സിന് ഒത്തിരി വിഷമമായി ഗ്രാൻഡ്പാ. തിരിച്ചടിച്ചാൽ ഉണ്ടായ വിഷമം കുറയുമോ? നിങ്ങൾ റോമാക്സിനെ ഉപദേശിച്ചില്ലേ? ഞാനും സ്റ്റെഫി മാറി മാറി പറഞ്ഞിട്ടും അവൻ അടുക്കുന്നില്ല. കാരണം എല്ലാം തുടങ്ങി വെച്ചത് ആദമായിരുന്നു. ഞാൻ ഇടപെടണോ പ്രിൻസ് മോനെ? വേണം ഗ്രാൻഡ്പാ. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇവിടെ തകരും. നമുക്ക് നാളെ എല്ലാവരെയും ഒന്നിങ്ങോട്ട് വിളിച്ചാലോ? ശരി ഗ്രാൻഡ്പാ. പക്ഷെ റോമാക്സ് ഉണ്ടെന്നറിഞ്ഞാൽ ആദം വരുമോ? ഞാനെല്ലാം വേണ്ടതുപോലെ ചെയ്തോളാം. ശരി ഗ്രാൻഡ്പാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്പാ. റോമാക്സ്, മുഖത്ത് വേദനയൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഗ്രാൻഡ്പാ. ആദം ഇതുവരെ വന്നില്ലല്ലോ. എന്താ സ്റ്റെഫി ആലോചിക്കുന്നത്? അല്ല ഗ്രാൻഡ്പാ, ആദം അവന് റോമാക്സിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അവൻ ചെയ്തതിന് അവൻ തന്നെ അനുഭവിച്ചിരിക്കും ഗ്രാൻഡ്പാ. റോമാക്സ്, ശാന്തനാകൂ. നമ്മൾ കോപിച്ചാൽ മനസ്സിന്റെ നിയന്ത്രണമാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഞാൻ എങ്ങനെ ശാന്തനാകും ഗ്രാൻഡ്പാ? എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവനോട്. റോമാക്സ്, നീ മെലേനിയയുടെ കഥ ഓർക്കുന്നില്ലേ? അന്ന് അവളുടെ ഗ്രാൻഡ്പാ ഗ്രാൻഡ്പാ ഞങ്ങൾക്ക് ആ കഥ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ആണോ? ഇല്ല ഗ്രാൻഡ്പാ. മെലേനിയ എന്നുള്ള ആ പേര് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ആണോ? എന്നാ ശരി, ഞാൻ ആ കഥയൊന്ന് പറയാം. റോമാക്സ്, ഇതൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളും.
ദിവസം കുറെ മോഷ്ടാക്കൾ കുന്നിൻചരിവിലുള്ള ഒരു വീട് കൊള്ള ചെയ്തു. 10 വയസ്സുള്ള ഒരു മകളും അവളുടെ അച്ഛനുമാണ് അവിടെ താമസിച്ചിരുന്നത്. മോഷ്ടാക്കൾ ആ പിതാവിനെ മർദ്ദിക്കുകയും ആ പെൺകുട്ടിയെ അന്ധയാക്കുകയും ചെയ്തു. അവളുടെ പേരാണ് മെലേനിയ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മെലേനിയ വഴിയരികിൽ ഇരിക്കുകയായിരുന്നു. അവൾ ആരുടെയൊക്കെയോ കാലടി ശബ്ദം കേൾക്കാനിടയായി. അവളെ പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം. ആരാണത്? ശ്രദ്ധിക്കൂ, ഞാൻ അന്ധയാണ് എന്നവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആഗതൻ പറഞ്ഞു, എനിക്ക് നിന്നെ അറിയാം. ഞാനാണന്ന് നിന്റെ അച്ഛനെ കൊല്ലുകയും നിന്നെ അന്ധയാക്കുകയും ചെയ്തത്. മെലേനിയ സ്തബ്ധയായി. അയാൾ തുടർന്നു, എന്നെ ആരൊക്കെയോ ചേർന്ന് ആക്രമിച്ചിരിക്കുന്നു. ഞാൻ മരിക്കാൻ പോവുകയാണ്. നീ എന്നോട് ക്ഷമിക്കൂ. മെലേനിയയ്ക്ക് അടക്കാനാവാത്ത കോപം വന്നു. എങ്കിലും അവൾ നിയന്ത്രിച്ചു. അവൾ പതുക്കെ അയാളുടെ അടുത്ത് ചെന്നു. അയാളെ തൊട്ടു നോക്കിയപ്പോൾ അയാൾ മരിച്ചിരുന്നു. അവൾ അയാളുടെ കണ്ണുകൾ തപ്പി നോക്കി. എന്നിട്ട് സ്നേഹമുള്ള ഒരു മകൾ അച്ഛനോട് ചെയ്യുന്ന പോലെ ആ കണ്ണുകൾ അടച്ചു. എന്തു പറ്റി റോമാക്സ്? ഗ്രാൻഡ്പാ, ഞാൻ പറയൂ മോനെ. ഈ കഥ നിന്നെ നന്നായി സ്വാധീനിച്ചെന്ന് എനിക്ക് മനസ്സിലായി. തന്റെ ജീവിതവും കുടുംബവും നശിപ്പിച്ച ആ മോഷ്ടാവിനോട് മെലേനിയെ ക്ഷമിച്ചു. എന്നാ ഞാനോ നിസാരമായ ഒരു കാര്യത്തിന് വേണ്ടി ആത്മസുഹൃത്തിനെതിരെ പ്രതികാരം ചെയ്യാൻ നടക്കുന്നു. കാരണം വേറൊന്നുമല്ല മോനെ, കോപം നമ്മെ അത്രമേൽ അന്ധരാക്കുന്നു. കോപിച്ചിരിക്കുന്ന മനസ്സിൽ ദയയോ സ്നേഹമോ മൃദുല ഭാവങ്ങളോ ഒന്നുമില്ല. എനിക്ക് ആദത്തെ കാണണം ഗ്രാൻഡ്പാ. നിങ്ങൾ വരുന്നതിന് മുൻപ് ആദം എന്നെ വിളിച്ചിരുന്നു. അവന്റെ മനസ്സും പശ്ചാത്താപത്താൽ വിവശമാണ്. വരൂ ഫ്രണ്ട്സ്, നമുക്ക് ആദത്തിന്റെ വീട്ടിലേക്ക് പോകാം. കർത്താവേ, നന്ദി. ഇന്ന് അങ്ങിവിടെ പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവരുടെ സൗഹൃദം എന്നേക്കുമായി നിലച്ചേനെ. കർത്താവേ, അങ്ങയുടെ മഹത്വം വാഴ്ത്തപ്പെടട്ടെ.